മോദി സ്വർഗമാക്കിയ കാശ്മീരിനെ കണ്ട് കലിപൂണ്ട തീവ്രവാദികൾ. പഹൽഗാമിൽ നുഴഞ്ഞുകയറി 28 പേരെ കൊല ചെയ്ത തീവ്രവാദികൾ കാശ്മീരികളുടെ ജീവിതം കുട്ടിച്ചോറാക്കി മോദിയോടുള്ള വൈരാഗ്യം തീർത്തു. ആയുധവും മയക്കുമരുന്നും പണവും നൽകി സ്വദേശികരെ വശത്താക്കി ഇന്ത്യൻ മണ്ണിൽ നായാട്ട് നടത്തി കാശ്മീരിനെ പഴയ രീതിയിൽ കൊണ്ടുവരാനാണ് അവരെ പാടുപെടുന്നത്. കാശ്മീർ താഴ്വരയിൽ അശാന്തി പരത്തി നമ്മുടെ ടൂറിസത്തെയും അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും തകർക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ 6 കോടി ലഷ്കർ ഇ തോയ്യയെയും ISIയെയും കൂടിയാലോചിച്ച് TRSനെ ഏൽപ്പിച്ച ദൗത്യമാണ് ഈ തീവ്രവാദം. നാടിനൊരു ആപത്ത് വരുമ്പോൾ അതിനെ ലഘൂകരിച്ച് കാണിച്ച് തീവ്രവാദികളെ ഊഞ്ഞാലാട്ടുന്ന രാഷ്ട്രീയ കോമാളികളുടെ നാടായി മാറിയ ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ 100 കണക്കിന് പാകിസ്ഥാനികളും 10,000 ബംഗ്ലാദേശികളുമുണ്ട്. അവർ എന്തിനു വന്നെന്നോ എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ ഇതുവരെ ഇത് നമ്മുടെ സർക്കാരിന് പോലും അറിയില്ല. ഒന്നറിയാം, അവരൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. രാജ്യസ്നേഹമില്ലാത്തവർ നക്കാപ്പിച്ച വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നു. ദേശദ്രോഹികളുള്ള നാടായി കേരളം മാറിക്കഴിഞ്ഞു. കാശ്മീരി ജനതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. അവർ കാശ്മീരിന്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തും പോരാടുന്നു. കേരളം മറ്റൊരു കാശ്മീരാകാൻ അധികം നാൾ വേണ്ട, അത് ഓർത്താൽ നല്ലത്. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മോദി സ്വർഗമാക്കിയ കാശ്മീരിനെ കണ്ട് കലിപൂണ്ട തീവ്രവാദികൾ. പഹൽഗാമിൽ നുഴഞ്ഞുകയറി 28 പേരെ കൊല ചെയ്ത തീവ്രവാദികൾ കാശ്മീരികളുടെ ജീവിതം കുട്ടിച്ചോറാക്കി മോദിയോടുള്ള വൈരാഗ്യം തീർത്തു. ആയുധവും മയക്കുമരുന്നും പണവും നൽകി സ്വദേശികരെ വശത്താക്കി ഇന്ത്യൻ മണ്ണിൽ നായാട്ട് നടത്തി കാശ്മീരിനെ പഴയ രീതിയിൽ കൊണ്ടുവരാനാണ് അവരെ പാടുപെടുന്നത്. കാശ്മീർ താഴ്വരയിൽ അശാന്തി പരത്തി നമ്മുടെ ടൂറിസത്തെയും അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും തകർക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ 6 കോടി ലഷ്കർ ഇ തോയ്യയെയും ISIയെയും കൂടിയാലോചിച്ച് TRSനെ ഏൽപ്പിച്ച ദൗത്യമാണ് ഈ തീവ്രവാദം. നാടിനൊരു ആപത്ത് വരുമ്പോൾ അതിനെ ലഘൂകരിച്ച് കാണിച്ച് തീവ്രവാദികളെ ഊഞ്ഞാലാട്ടുന്ന രാഷ്ട്രീയ കോമാളികളുടെ നാടായി മാറിയ ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ 100 കണക്കിന് പാകിസ്ഥാനികളും 10,000 ബംഗ്ലാദേശികളുമുണ്ട്. അവർ എന്തിനു വന്നെന്നോ എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ ഇതുവരെ ഇത് നമ്മുടെ സർക്കാരിന് പോലും അറിയില്ല. ഒന്നറിയാം, അവരൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. രാജ്യസ്നേഹമില്ലാത്തവർ നക്കാപ്പിച്ച വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നു. ദേശദ്രോഹികളുള്ള നാടായി കേരളം മാറിക്കഴിഞ്ഞു. കാശ്മീരി ജനതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. അവർ കാശ്മീരിന്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തും പോരാടുന്നു. കേരളം മറ്റൊരു കാശ്മീരാകാൻ അധികം നാൾ വേണ്ട, അത് ഓർത്താൽ നല്ലത്. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.